അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ. ഇയാളെ ശരിക്കും ശ്രദ്ധിച്ചു നോക്കിക്കോ. ഇയാളാണ് 24 വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം ഭാര്യയെ കൊന്ന് പെണ്ണും കെട്ടി മക്കളുമായി സുഖിച്ച് ജീവിക്കുകയായിരുന്നു. കാലം ഒരുപാടായി. ഭാര്യയെ കൊന്ന് മുങ്ങിയതാ. 24 വർഷം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ 24 വർഷങ്ങൾക്ക് ശേഷമാണ് ഇയാളെ പോലീസ് പിടിക്കപ്പെടുന്നത്. നമ്മുടെ കേരള പോലീസിനെ എന്തെന്നായാലും സമ്മതിക്കണം. 24 വർഷമായാലും ആളെ പിടിച്ചല്ലോ. ആളുടെ എല്ലാ സുഖ ജീവിതവും കഴിഞ്ഞു. അതിനുശേഷമാണ് ആളെ പിടിക്കുന്നത്. വാർദ്ധക്യകാലം എന്നാൽ ഇനി സുഖിച്ച് ജീവിക്കുക അല്ലേ? ജയിലിൽ നിന്നും ശമ്പളവും കിട്ടും അത്രേ. പ്രിയപ്പെട്ടവരെ, എടച്ചേരിയിൽ 35-കാരിയെ കൊലപ്പെടുത്തിയ കേസിൽ ഒളിവിൽ പോയതായിരുന്നു ഈ ഒരു ഭർത്താവ്. എടച്ചേരി വേങ്ങോളിയിൽ 35 വയസ്സുകാരിയായ പാവം ജമീല എന്ന ആ ഒരു സ്ത്രീയെ തലക്കടിച്ചും കഴുത്ത് നെരിച്ചും കൊലപ്പെടുത്തിയ കേസായിരുന്നു ഈ ഹാമിദ് എന്ന ഈ ഒരു മനുഷ്യന്. ഭാര്യയെ കൊന്ന് കോഴിക്കോട്ട് നിന്നും മുങ്ങി കാസർഗോഡ് മീൻ കച്ചവടക്കാരനായി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം പിടിയിലാവുകയും ചെയ്തു. ഒളിവിൽ പോയ ഹാമിദിന്റെ ഒരു വിവരവുമില്ലായിരുന്നു 24 വർഷം വരെ. അങ്ങനെ പോലീസ് ഇയാളുടെ ഫോട്ടോ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തിയത്. ആ ഒരു അന്വേഷണത്തിലാണ് ഇയാള് കാസർഗോഡ് ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. ഇയാള് പെണ്ണും കെട്ടി സുഖമായി ജീവിക്കുകയായിരുന്നു. 5 മക്കളുണ്ടത്രേ എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ആദൂരിലെ ബോവിക്കാനത്ത് മത്സ്യവില്പനക്കാരനായി ജോലി ചെയ്തു വരികയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇത്രയും കാലം പോലീസ് പിടിക്കുമോ എന്നുള്ള ഭയത്തോട് ജീവിച്ച ഹാമിദിന് ഇനി ഒരു ആശങ്കയും വേണ്ട. ഇനി സുഖമായി ജയിലിലെ ഉണ്ടയും കഴിച്ച് ജീവിക്കാം. പ്രായമായില്ലേ, എന്താ ചെയ്യാ? ആ ഒരു പാവം സ്ത്രീയെ കൊന്നു മുങ്ങിയതാ. ആ ഒരു ചുറുചുറുപ്പുള്ള ഒരു പ്രായത്തിൽ 35 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ആ ഭാര്യക്ക്. നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിച്ചൊരു മരണമായിരുന്നു ജമീലയുടെ. എന്നിട്ട് ഇയാൾ ഇത്രയും കാലം സുഖിച്ച് ജീവിക്കുകയായിരുന്നു. പടച്ചുറപ്പ് എല്ലാവരെയും കാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.